സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, ആൽക്കലികൾക്ക് കുറച്ച് എക്സാമ്പിൾ പഠിച്ചു. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ ലബോറട്ടറികളിൽ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് തുടങ്ങിയവയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇത് നമുക്ക് പുതിയൊരു ടൈം പഠിക്കാം. ന്യൂട്രലൈസേഷൻ അല്ലെങ്കിൽ നിർവീരീകരണം. എന്താണ് ന്യൂട്രലൈസേഷൻ അല്ലെങ്കിൽ നിർവീരീകരണം എന്നത്? അപ്പോൾ ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. വെൻ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് ആൽക്കലി ഓർ ആസിഡ് ആർ മിക്സ്ഡ്. ഒരു നിശ്ചിത അളവിൽ ആസിഡും ആൽക്കലിയും തമ്മിൽ കൂടിച്ചേരുമ്പോൾ ദേ ലോസ്റ്റ് ദെയർ ആൽക്കലൈൻ ഓർ അസിഡിക് നേച്ചർ. അവ എന്ത് ചെയ്യുന്നു? അവയുടെ അസിഡിക് നേച്ചർ അല്ലെങ്കിൽ ആൽക്കലൈൻ നേച്ചർ ലോസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു? സാൾട്ട് ആൻഡ് വാട്ടർ ഫോംഡ്. അപ്പോൾ ഒരു നിശ്ചിത അളവിൽ ആസിഡും ആൽക്കലിയും കൂടി ചേരുമ്പോൾ, ആ ആസിഡും ആൽക്കലിയും ഒരു നിശ്ചിത അളവിൽ കൂടിച്ചേരുമ്പോൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ആ ഒരു സബ്സ്റ്റൻസ് എന്താണ്? അതിന് ആസിഡിന്റെ സ്വഭാവമോ അല്ലെങ്കിൽ ആൽക്കലിയുടെ സ്വഭാവമോ കാണില്ല. അത് നഷ്ടപ്പെടുത്തി എന്ത് ഫോം ചെയ്യുന്നു? സാൾട്ടും വാട്ടറും ഫോം ചെയ്യുന്നു, ജലവും ലവണവും ഉണ്ടാകുന്നു. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണിത് ന്യൂട്രലൈസേഷൻ അല്ലെങ്കിൽ നിർവീരീകരണം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, എന്താണ് ന്യൂട്രലൈസേഷൻ? When definite amount of acid and alkali are mixed, they lost their acidic or alkaline nature and form salt and water. This process is called neutralization. ഒരു നിശ്ചിത അളവിൽ ആസിഡും ആൽക്കലിയും തമ്മിൽ കൂടിച്ചേരുമ്പോൾ അവയുടെ എന്താണ്? ആൽക്കലൈൻ നേച്ചർ, ആൽക്കലൈൻ സ്വഭാവം അല്ലെങ്കിൽ അസിഡിക് സ്വഭാവം അത് നഷ്ടപ്പെടുത്തി ജലവും ലവണവും ഉണ്ടാകുന്നു. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണിത് ന്യൂട്രലൈസേഷൻ അല്ലെങ്കിൽ നിർവീരീകരണം എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം. അപ്പോൾ ഈ ന്യൂട്രലൈസേഷന്റെ ഇക്വേഷൻ എന്താണ് നമുക്ക് നോക്കാം. അത് ആസിഡ് പ്ലസ് ആൽക്കലി, ആസിഡും ആൽക്കലിയും കൂടി ചേരുമ്പോൾ എന്ത് ഫോം ചെയ്യുന്നു? സാൾട്ട് പ്ലസ് വാട്ടർ, സാൾട്ടും വാട്ടറും ഉണ്ടാകുന്നു. അതായത് അവിടെ ആസിഡും ആൽക്കലിയും ചേരുമ്പോഴത്തേക്ക് പിന്നീട് ഉണ്ടാകുന്ന പദാർത്ഥത്തിന് ആസിഡിന്റെ പ്രോപ്പർട്ടിയോ ആൽക്കലിയുടെ പ്രോപ്പർട്ടിയോ കാണില്ല. അവിടെ പകരം എന്തുണ്ടാകുന്നു? സാൾട്ടും വാട്ടറും ഫോം ചെയ്യുന്നു. ആസിഡും ആൽക്കലിയും കൂടെ ചേർന്ന് എന്ത് ചെയ്യുന്നു? സാൾട്ടും വാട്ടറും. ഇതാണ് നമ്മുടെ ന്യൂട്രലൈസേഷൻ അല്ലെങ്കിൽ നിർവീരീകരണത്തിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്, നിർവചനം എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ്? ഇത് തങ്ങളിൽ കൂടിച്ചേരുമ്പോൾ അതെന്തായിരുന്നു? ആസിഡിന്റെ പ്രോപ്പർട്ടിയും ലോസ് ചെയ്യുന്നു, ആൽക്കലിയുടെ പ്രോപ്പർട്ടിയും ലോസ് ചെയ്യുന്നു. പിന്നീട് ഉണ്ടാകുന്ന സബ്സ്റ്റൻസിന് ആസിഡിന്റെ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ആൽക്കലിയുടെ പ്രോപ്പർട്ടിയോ കാണില്ല. അപ്പോൾ എന്തായിരിക്കും? സാൾട്ടും വാട്ടറും തന്നെയായിരിക്കും. ഇവിടെ നോക്കാം, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ആസിഡ് ആണല്ലോ. അതുപോലെ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്താണ്? ഒരു ആൽക്കലിയാണ്. ഒരു നിശ്ചിത അളവിൽ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഇവിടെ എന്തുണ്ടാകുന്നു? സോഡിയം ക്ലോറൈഡ് മീൻസ് എന്താണ്? നമ്മുടെ കോമൺ സാൾട്ട്, നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഉപ്പുണ്ടല്ലോ, അത് തന്നെയാണ് അവിടെ കോമൺ സാൾട്ട് എന്ന് പറഞ്ഞാൽ. ആ സോഡിയം ക്ലോറൈഡും വാട്ടർ H2O, അതായത് ജലം, അത് ഫോം ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ആസിഡും ആൽക്കലിയും തമ്മിൽ കൂടിച്ചേരുമ്പോൾ സാൾട്ടും വാട്ടറും ഫോം ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു ആസിഡ് എടുത്തോ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിനോട് എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്, ഒരു ആൽക്കലി കൂടിച്ചേരുന്നു. അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ക്ലോറൈഡും കൂടെ തമ്മിൽ കൂടിച്ചേരുമ്പോൾ എന്ത് ഫോം ചെയ്യുന്നു? ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡും കൂടി ചേരുമ്പോൾ സോഡിയം ക്ലോറൈഡ്, അതായത് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് സാൾട്ടാണ്, നമ്മുടെ കോമൺ സാൾട്ട്, നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഉപ്പ്. ഇവിടെ ഇതെന്താണ്? ഒരു സാൾട്ടും അതുപോലെ വാട്ടറും ഫോം ചെയ്യുന്നു. ഇതാണ് എന്ത്? ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ന്യൂട്രലൈസേഷൻ? When definite amount of alkali or acid are mixed, they lose their acidic or alkaline nature and salt and water is formed. This process is called എന്താണ്? ന്യൂട്രലൈസേഷൻ. അതായത് ഒരു നിശ്ചിത അളവിൽ ആൽക്കലിയും ആസിഡും തമ്മിൽ കൂടിച്ചേരുമ്പോൾ അവയുടെ എന്താണ്? ആൽക്കലി സ്വഭാവവും നഷ്ടപ്പെടുത്തുന്നു, അസിഡിക് സ്വഭാവവും നഷ്ടപ്പെടുത്തി അവിടെ എന്തൊക്കെ ഉണ്ടാകുന്നു? ജലവും ലവണവും ഉണ്ടാകുന്നു. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണിത് ന്യൂട്രലൈസേഷൻ അല്ലെങ്കിൽ നിർവീരീകരണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം, pH വാല്യൂ അല്ലെങ്കിൽ pH മൂല്യം. എന്താണ് pH വാല്യൂ അല്ലെങ്കിൽ pH മൂല്യം? അതിന് മുമ്പായിട്ട് നമുക്ക് pH പേപ്പർ എന്താണെന്ന് നോക്കാം. എന്താണ് pH പേപ്പർ? pH paper is used to examine whether the substance is acidic or alkaline. നമുക്ക് തന്നിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആൽക്കലിയാണ്. നമ്മൾ നേരത്തെ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തു, എന്താണ്? ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് അറിയുന്നതിന് വേണ്ടി. ഇവിടെയും അതുപോലെ എന്താണ്? തന്നിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് അതിൻ്റെ നേച്ചർ ആസിഡിക് ആണോ അല്ലെങ്കിൽ ആൽക്കലൈൻ ആണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പേപ്പറാണിത് pH പേപ്പർ എന്ന് പറയുന്നത്. ഇത് തന്നിരിക്കുന്ന സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു വസ്തു എന്താണ്? അതിൻ്റെ നേച്ചർ അസിഡിക് ആണോ അല്ലെങ്കിൽ ആ വസ്തു അസിഡിക് സ്വഭാവമുള്ളതാണോ അല്ലെങ്കിൽ ആൽക്കലൈൻ സ്വഭാവമുള്ളതാണോ എന്ന്
മനസ്സിലാക്കാൻ വേണ്ടി, എന്ന് പരിശോധിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പറാണ് എന്ത്, പി എച്ച് പേപ്പർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ പി എച്ച് പേപ്പർ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് യൂസ് ടു എക്സാമിൻ വെദർ എ സബ്സ്റ്റൻസ് ഈസ് അസിഡിക് ഓർ ആൽക്കലൈൻ. ഒരു സബ്സ്റ്റൻസ് അസിഡിക് ആണോ അല്ലെങ്കിൽ ആൽക്കലൈൻ ആണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പി എച്ച് പേപ്പർ യൂസ് ചെയ്യുന്നത്. അതിനുമ്പോൾ നോക്കാം, നമുക്കൊരു പി എച്ച് മൂല്യം, ഈ പി എച്ച് വാല്യൂ, ഒരു സബ്സ്റ്റൻസിന്റെ വാല്യൂ എന്താണ്, 7 ആണ്. അതിന്റെ പി എച്ച് വാല്യൂ 7 ആണെങ്കിൽ അത് ന്യൂട്രൽ ആയിരിക്കും. അതായത് ഇറ്റ് ഈസ് നെയ്തർ ആസിഡ് നോർ ആൽക്കലി. അത് ആസിഡിന്റെ സ്വഭാവമല്ല ആൽക്കലിയും ആയിരിക്കില്ല. എന്താണ്, ന്യൂട്രൽ ആയിരിക്കും. നമ്മൾ നേരത്തെ ന്യൂട്രലൈസേഷൻ പഠിച്ചു, നിർവീരീകരണം. അവിടെ ആസിഡും ഇല്ല ആൽക്കലിയും ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പറഞ്ഞത്, ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെയാണ് പി എച്ച് വാല്യൂ 7 ആണെങ്കിൽ, ഒരു സബ്സ്റ്റൻസിന്റെ പി എച്ച് വാല്യൂ 7, അതായത് ആ പി എച്ച് വാല്യൂ 7 ആണെങ്കിൽ അതെന്താണ്, ആസിഡിക്കും ആയിരിക്കില്ല ആൽക്കലൈനും ആയിരിക്കില്ല, ന്യൂട്രൽ ആയിരിക്കും. ആ ഒരു സബ്സ്റ്റൻസ് ന്യൂട്രൽ ആയിരിക്കും. അപ്പൊ നമ്മുടെ പ്യുവർ വാട്ടറിന്റെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് 7 ആയിരിക്കും. പി എച്ച് വാല്യൂ ഓഫ് ദ പ്യുവർ വാട്ടറിന്റെ പി എച്ച് വാല്യൂ എന്താണ്, 7 ആയിരിക്കും. അപ്പോൾ അത് അസിഡിക്കും ആയിരിക്കില്ല ആൽക്കലൈനും ആയിരിക്കുന്നത്, ന്യൂട്രൽ സൊല്യൂഷൻ ആയിരിക്കും. നമ്മളിപ്പോൾ ഈ പ്യൂരിഫൈ ചെയ്ത വാട്ടറൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, അതിന്റെ പി എച്ച് വാല്യൂ എന്താണ്, 7 ആണ്. അപ്പോൾ അതെന്താണ്, ആസിഡിക് പ്രോപ്പർട്ടിയും അതിലില്ല ആൽക്കലൈൻ പ്രോപ്പർട്ടിയും ഇല്ല. Then pH value is greater than 7. pH value 7നേക്കാൾ കൂടുതലാണെങ്കിൽ, നമ്മൾ ഈ 7 ആണ് നമ്മൾ എന്താണ് ന്യൂട്രൽ ആയിട്ട് എടുക്കുന്നത്, pH value 7 ആണ് ഇത് ന്യൂട്രൽ ആയിട്ട് എടുക്കുന്നത്. ഈ pH value 7ൽ ബേസ് ചെയ്താണ് നമ്മൾ ബാക്കി നോക്കുന്നത്. ഈ എന്താണ്, pH value is greater than 7, 7നേക്കാളും കൂടുതലാണെങ്കിൽ the substance is alkaline. pHന്റെ മൂല്യം 7നേക്കാൾ കൂടുതലാണെങ്കിൽ ആ സബ്സ്റ്റൻസ് എന്തായിരിക്കും, ആൽക്കലി ആയിരിക്കും. Then pH value is less than 7, it is acidic. pH value 7നേക്കാൾ കുറവാണെങ്കിൽ എന്തായിരിക്കും, അത് ആസിഡിക്കുമായിരിക്കും. അപ്പോൾ പി എച്ച് വാല്യൂ അല്ലെങ്കിൽ പി എച്ച് മൂല്യം എന്ന് പറയുന്നത്, പി എച്ച് പേപ്പർ നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്, ഹെൽപ്സ് ടു എക്സാമിൻ വെദർ എ സബ്സ്റ്റൻസ് ഈസ് acidic or alkaline. തന്നിരിക്കുന്ന സബ്സ്റ്റൻസ് ആൽക്കലി ആണോ അസിഡിക് ആണോ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, പി എച്ച് പേപ്പർ യൂസ് ചെയ്യുന്നത്. അതുപോലെ പി എച്ച് വാല്യൂ 7, ഒരു സബ്സ്റ്റൻസിന്റെ പി എച്ച് വാല്യൂ 7 എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് ന്യൂട്രൽ, ഇറ്റ് ഈസ് നെയ്തർ ആസിഡിക് നോ ആൽക്കലൈൻ. അത് ആസിഡും ആയിരിക്കില്ല ആൽക്കലിയും ആയിരിക്കില്ല, എന്താണ്, ഇറ്റ് ഈസ് ന്യൂട്രൽ. പി എച്ച് വാല്യൂ ഓഫ് പ്യുവർ വാട്ടർ എന്താണ്, ഇസ് 7. പ്യുവർ വാട്ടർ, നമ്മുടെ ശുദ്ധജലത്തിന്റെ പ്യുവർ വാട്ടർ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത്, പി എച്ച് മൂല്യം എന്ന് പറയുന്നത് 7 ആയിരിക്കും. ദെൻ പി എച്ച് വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 7, പി എച്ച് മൂല്യം എന്താണ് 7നേക്കാൾ കൂടുതലാണെങ്കിൽ ദ സബ്സ്റ്റൻസ് ഈസ് ആൽക്കലൈൻ. ദെൻ പി എച്ച് വാല്യൂ ലെസ് ദാൻ 7, ഇറ്റ് ഈസ് ആസിഡിക്. ഇവിടെ നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണ് ഈ പി എച്ച് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പി എച്ച് വാല്യൂ മനസ്സിലാക്കുന്നത് നോക്കാം. പേജ് നമ്പർ 46 ഇവിടെ നമുക്ക് ആ ഒരു പി എച്ച് പേപ്പർ കൊടുത്തിട്ടുണ്ട്. ആ പി എച്ച് പേപ്പറിനോടൊപ്പം അതിന്റെ കളർ ചേഞ്ചും ആ കളർ ചേഞ്ചിനെ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട് ആണല്ലോ. ഇപ്പം നോക്കാം, ഇവിടെ പി എച്ച് 1 to 7 കൊടുത്തിട്ടുണ്ട്, അതുപോലെ എന്താണ് 8 to 14 ആ ഒരു റേഞ്ച് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സൊല്യൂഷനിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ കളർ ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ ഇപ്പം 7ന് താഴേക്ക്, 7 ആണെങ്കിൽ എന്താണ് അവിടെ ന്യൂട്രൽ സൊല്യൂഷൻ ആയിരിക്കും, 7ന് താഴേക്കാണെങ്കിൽ ഈ കളറുകളായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ കാണുന്ന കളർ അനുസരിച്ച് ഇപ്പം നമ്മളൊരു സൊല്യൂഷനിലേക്ക് അല്ലെങ്കിൽ സബ്സ്റ്റൻസിലേക്ക് പി എച്ച് പേപ്പർ ഡിപ്പ് ചെയ്യുമ്പോൾ ഇതിലേതെങ്കിലും കളർ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം അതെന്താണ്, അസിഡിക് ആയിരിക്കും. ദെൻ ഇവിടെ ഏതെങ്കിലും കളറാണ് കാണിക്കുന്നതെങ്കിലോ അത് ആൽക്കലൈൻ, അതായത് 7നേക്കാളും കൂടുതൽ, 8, 9, 10, 12, 14 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ പേപ്പർ ഉപയോഗിച്ചിട്ടുണ്ട് പി എച്ച് പേപ്പർ. നമ്മൾ പി എച്ച് പേപ്പർ ഒരു സബ്സ്റ്റൻസിലേക്ക് ഡിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ കളർ ചേഞ്ച് ഉണ്ടാകും. അവിടെ ഏത് കളറാണോ ഫോം ചെയ്ത് അത് വെച്ച് നമുക്ക് നോക്കാം. ഇപ്പം ഈ ഒരു നമ്മൾ ഇതെന്താണ് ഡിപ്പ് ചെയ്ത സമയത്ത് ഒരു റെഡ് കളർ ഫോം ചെയ്തു. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, അവിടെ റെഡ് കളർ ഏത് നമ്പറാണ് സൂചിപ്പിക്കുന്നത്, 1 ആണ്. 1 എന്ന് പറയുമ്പോൾ 7നേക്കാളും താഴെയാണ്, അപ്പോൾ സബ്സ്റ്റൻസ് ഈസ് അസിഡിക്. ഇനി നോക്കാം വേറെ സൊല്യൂഷനിൽ നമ്മുടെ ഈ പി എച്ച് പേപ്പർ ഡിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു വയലറ്റ് പോലത്തെ അല്ലെങ്കിൽ ഒരു കളർ കാണിക്കുന്നു, ഒരു ബ്ലൂ, ഒരു ഡാർക്ക് ബ്ലൂ അങ്ങനെ ഒരു കളർ കാണിക്കുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. അപ്പോഴത്തേക്ക് അവിടെ എന്താണ് 12 ആണ് കൊടുത്തിരിക്കുന്ന നമ്പർ. അപ്പോൾ അതെന്തായിരിക്കും, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 7, 7നേക്കാളും കൂടുതലാകുമ്പോൾ എന്താണ്, സൊല്യൂഷൻ ഈസ് ആൽക്കലൈൻ. അപ്പോൾ ഈ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പി എച്ച് മൂല്യം എന്താണ്, നമുക്ക് ആ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ആ പി എച്ച് പേപ്പർ എന്തിനു യൂസ് ചെയ്യുന്നു, ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സാമിൻ വെദർ എ സബ്സ്റ്റൻസ് ഈസ് അസിഡിക് ഓർ ആൽക്കലൈൻ. അതിന് എന്താണ് സബ്സ്റ്റൻസ് തന്നിരിക്കുന്ന പദാർത്ഥം അസിഡിക് നേച്ചർ ആണോ അല്ലെങ്കിൽ ആൽക്കലൈൻ നേച്ചർ ആണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നതാണ് എന്ത്, പി എച്ച് പേപ്പർ. ഇഫ് പി എച്ച് വാല്യൂ ഈസ് 7, ദ സബ്സ്റ്റൻസ് ഈസ് ന്യൂട്രൽ, അതായത് ഒരു
സബ്സ്റ്റൻസിന്റെ പി എച്ച് വാല്യൂ 7 എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ന്യൂട്രൽ സൊല്യൂഷൻ ആയിരിക്കും. നെയ്തർ ആസിഡിക് നോ ആൽക്കലിൻ, ആസിഡോ ആൽക്കലിയോ ആയിരിക്കില്ല. പി എച്ച് വാല്യൂ, പ്യുവർ വാട്ടറിന്റെ പി എച്ച് വാല്യൂ എത്രയായിരിക്കും? 7 ആയിരിക്കും. If pH value is greater than 7, the substance is alkaline, and pH value less than 7, it is acidic. ഇതുപോലെയാണ് നമ്മൾ ഈ മണ്ണിന്റെ പി എച്ച് മൂല്യം നമ്മൾ പരിശോധിക്കേണ്ടത്. പി എച്ച് വാല്യൂ, നമ്മുടെ സോയിലിന്റെ പി എച്ച് വാല്യൂ, അതായത് നമുക്ക് മണ്ണ് പരിശോധന നടത്തണം. മണ്ണ് പരിശോധനയിൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ മണ്ണ് പരിശോധനയിൽ ആ മണ്ണിന് എന്താണ്, ആസിഡിക് നേച്ചർ ആണോ ആൽക്കലൈൻ നേച്ചർ ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം, ഈ തെങ്ങിന്റെ ചുവട്ടിലൊക്കെ കുമ്മായൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ കുമ്മായം എന്ന് പറയുന്നത് ആൽക്കലൈൻ സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ആ മണ്ണിന് എന്തായിരിക്കും, അവിടെ ആസിഡിക് സ്വഭാവം അതിന് കൂടുതലായിരിക്കും. ആസിഡിക് സ്വഭാവം, അപ്പോൾ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ആൽക്കലൈൻ സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്നത്. ഇതുപോലെ മണ്ണ് പരിശോധിക്കുന്നത് എങ്ങനെയായിരിക്കും? ഈ മണ്ണെടുത്ത് കുറച്ച് നമ്മൾ എന്താണ് ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നു. ആ മണ്ണും വെള്ളമായിട്ട് മിക്സ് ചെയ്ത് ഈ പി എച്ച് പേപ്പർ നമ്മൾ അതിലേക്ക് ഡിപ്പ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കളർ ചേഞ്ച് ചെയ്താണോ അതനുസരിച്ച് ആ മണ്ണിന്റെ സ്വഭാവം നമുക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്കിവിടെ നിങ്ങളുടെ പേജ് നമ്പർ 47 ആസിഡിന്റെ ആൽക്കലിയുടെയും യൂസസുകൾ തന്നിട്ടുണ്ട്. കുറച്ച് ആസിഡിന്റെ പേരുകളും അവയുടെ യൂസസുകളും തന്നിട്ടുണ്ട്. നോക്കാം. ഫസ്റ്റ് വൺ, വിനീഗർ. വിനീഗർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അച്ചാറുകൾ ഇടാനും അങ്ങനെയൊക്കെ ഓരോന്നും നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോഴും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഇത് വിനീഗർ. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പിക്കിൾസ് ആൻഡ് അതർ ഫുഡ് സബ്സ്റ്റൻസ്. അവിടെ എന്ത് ചെയ്യുന്നു, അച്ചാറുകളിലും അതുപോലെ മറ്റ് സബ്സ്റ്റൻസുകളിലൊക്കെ, ഫുഡ് സബ്സ്റ്റൻസുകളിലൊക്കെ, ഭക്ഷണ പദാർത്ഥങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ് ഫുഡ് പ്രിസർവേഷൻ ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. നമ്മുടെ ഈ ഭക്ഷണങ്ങൾ കേടുകൂടാതിരിക്കുന്നതിന്, ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന്, പ്രിസർവ് ചെയ്ത് വെക്കുന്നതിന്, അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, നമ്മൾ കടകളിൽ നിന്നൊക്കെ സോഫ്റ്റ് ഡ്രിങ്ക്സ് വാങ്ങി കുടിക്കുമല്ലോ, അതിനകത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സിട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നൈട്രിക് ആസിഡ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. നൈട്രിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് എന്തിനു യൂസ് ചെയ്യുന്നു? മാനുഫാക്ചറിങ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെയിന്റ്സ്, ഡൈസ് എക്സെട്ര. അതായത് എന്താണ്, രാസവളങ്ങളിലും അതുപോലെ പെയിന്റ്, ഡൈ തുടങ്ങിയ പദാർത്ഥങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നു. ദെൻ സൾഫ്യൂരിക് ആസിഡ് ഈസ് യൂസ്ഡ് ടു ഓട്ടോമൊബൈൽ ബാറ്ററി. നമ്മുടെ ബാറ്ററികളിലൊക്കെ യൂസ് ചെയ്യുന്ന എന്താണ്, സൾഫ്യൂരിക് ആസിഡ്. ദെൻ ടാനിക് ആസിഡ് ഈസ് യൂസ്ഡ് ടു പ്രൊഡക്ഷൻ ഓഫ് ഇങ്ക് ആൻഡ് ലെതർ. അതായത് ഈ മഷിയും അതുപോലെ ലെതർ, നമ്മുടെ എന്താണ് ഈ ബാഗുകളും അതുപോലെ ചെരുപ്പുകളൊക്കെ ലെതറുകളൊക്കെ ഫോം ചെയ്യുമല്ലോ, അതിനൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ടാനിക് ആസിഡ് ഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ലെതറുകളുടെ പ്രൊഡക്ഷനും ഈ ഇങ്ക് മഷിയൊക്കെ നിർമ്മിക്കുന്നതിനും ഒക്കെ എന്ത് യൂസ് ചെയ്യുന്നു, ടാനിക് ആസിഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ആസിഡുകളുടെ യൂസസ് ആണ് കൊടുത്തത്. കുറച്ച് ആസിഡ്സിന്റെ നെയിംസും കൊടുത്തിട്ടുണ്ട്, അവയുടെ യൂസസ്. അപ്പോൾ നോക്കുക, വിനീഗർ എന്തിനു യൂസ് ചെയ്യുന്നു? പിക്കിൾസ് ആൻഡ് അതർ ഫുഡ് സബ്സ്റ്റൻസ്, നമ്മുടെ അച്ചാറുകളും മറ്റു ഫുഡ് സബ്സ്റ്റൻസും ഒക്കെ യൂസ് ചെയ്യുന്നത്, അതിനൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ വിനീഗർ യൂസ് ചെയ്യുന്നു. ദെൻ സിട്രിക് ആസിഡ് ഈസ് യൂസ്ഡ് ടു ഫുഡ് പ്രിസർവേഷൻ ആൻഡ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ്. ഫുഡ് പ്രിസർവ് ചെയ്യുന്നതിനും സംരക്ഷിച്ച് കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും സോഫ്റ്റ് ഡ്രിങ്ക്സുകളിലൊക്കെ യൂസ് ചെയ്യുന്നു. നൈട്രിക് ആസിഡ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ് യൂസ്ഡ് ടു മാനുഫാക്ചർ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെയിന്റ്സ്, ഡൈസ് എക്സെട്ര. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, രാസവളങ്ങൾ, പെയിന്റ്, ഡൈ തുടങ്ങിയവയിലൊക്കെ എന്ത് ചെയ്യുന്നു, നൈട്രിക് ആസിഡ്സും സൾഫ്യൂരിക് ആസിഡും യൂസ് ചെയ്യുന്നു. അതുപോലെ സൾഫ്യൂരിക് ആസിഡ് യൂസ് ടു ഓട്ടോമൊബൈൽ ബാറ്ററി. ഇവിടെ ഈ മൊബൈലിലെ ബാറ്ററി, അതുപോലെ ഓരോ നമ്മൾ ബാറ്ററീസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ബാറ്ററികളിലെല്ലാം എന്താണ്, ഈ സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ടാനിക് ആസിഡ് ഈസ് യൂസ്ഡ് ടു പ്രൊഡക്ഷൻ ഓഫ് ഇങ്ക് ആൻഡ് ലെതർ. ഇങ്ക്, മഷിയുടെയും ലെതറിൻ്റെയൊക്കെ നിർമ്മാണത്തിന് എന്ത് യൂസ് ചെയ്യുന്നു, ടാനിക് ആസിഡ് യൂസ് ചെയ്യുന്നു. ദെൻ യൂസസ് ഓഫ് ആൽക്കലി. ആൽക്കലികളുടെ യൂസ് നോക്കാം. ഫസ്റ്റ് വൺ, മാനുഫാക്ചർ ഓഫ് സോപ്പ്. അതായത് സോപ്പിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ദെൻ മാനുഫാക്ചർ ഓഫ് ഡിറ്റർജന്റ് ആൻഡ് സെറാമിക് മെറ്റീരിയൽസ്. നമ്മുടെ ഡിറ്റർജന്റുകൾ, നമ്മുടെ ഇപ്പം തറ കഴുകുന്നതായാലും അങ്ങനെയൊക്കെയുള്ള ഡിറ്റർജന്റുകൾ, പാത്രം കഴുകുന്ന അങ്ങനെയൊക്കെയുള്ള ഡിറ്റർജന്റുകളിലും അതുപോലെ സോപ്പുകളിലും, പിന്നെ എന്താണ് സെറാമിക് മെറ്റീരിയൽസ്, നമ്മൾ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സെറാമിക് മെറ്റീരിയൽസ്. ദെൻ ഇൻഡസ്ട്രിയൽ പർപ്പസിന് യൂസ് ചെയ്യുന്നു, വ്യാവസായിക അടിസ്ഥാനത്തിൽ യൂസ് ചെയ്യുന്നു. പിന്നീട് എന്താണ് ആൽക്കലിയുടെ ഒരു യൂസസ് എന്ന് പറയുന്നത്, പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. വാട്ടർ പ്യൂരിഫിക്കേഷൻ നമുക്കറിയാം, നമ്മൾ എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ വന്ന് നമ്മുടെ കിണറിൽ ക്ലോറിൻ ആഡ് ചെയ്യേണ്ടത്, ക്ലോറിനേഷൻ നടത്താറുണ്ട്. വാട്ടർ പ്യൂരിഫൈ ചെയ്യാനായിട്ട്, വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ക്ലോറിനേഷൻ നടക്കുന്നുണ്ട്. അവിടെ ആ ക്ലോറിനേഷൻ നടത്തുന്നതെന്ന് വെച്ചാൽ എന്താണ്, അവിടെ ആൽക്കലിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആൽക്കലിയുടെ ഒരു യൂസസ് എന്ന് പറയുന്നത് എന്താണ്, ദ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. വാട്ടർ, ജലം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ നോക്കാം, നമ്മൾ പറഞ്ഞത് ഇന്ന് എന്താണ് ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞു. ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, നിർവീരീകരണം. അതായത് ഒരു നിശ്ചിത എമൗണ്ടിൽ ആസിഡും ആൽക്കലിയും തമ്മിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ആസിഡിക് നേച്ചറും ആൽക്കലൈൻ നേച്ചറും അത് ലോസ് ചെയ്യുന്നു. എന്ത് ഫോം ചെയ്യുന്നു,
സാൾട്ടും വാട്ടറും ഫോം ചെയ്യുന്നു. ദെൻ അടുത്ത നമ്മുടെ പി എച്ച് വാല്യൂ പറഞ്ഞു. പി എച്ച് പേപ്പർ ഈസ് യൂസ്ഡ് ടു എക്സാമിൻ വെദർ ദ സബ്സ്റ്റൻസ് ഈസ് ആൽക്കലൈൻ ഓർ അസിഡിക്. ഒരു സബ്സ്റ്റൻസ് ആൽക്കലൈൻ ആണോ അസിഡിക് ആണോ എന്ന് നമുക്ക് യൂസ് ചെയ്യുന്നതിനാണ് എന്ത് ഉപയോഗിക്കുന്നത്? പി എച്ച് പേപ്പർ യൂസ് ചെയ്യുന്നത്. പി എച്ച് വാല്യൂ 7 ആണെങ്കിൽ ആ സബ്സ്റ്റൻസ് എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. പി എച്ച് വാല്യൂസ് ഗ്രേറ്റർ ദാൻ 7 ഇറ്റ് ഈസ് ആൽക്കലി, ലെസ് ദാൻ 7 ഇറ്റ് ഈസ് അസിഡിക്. നമ്മൾ എന്താണ് പറഞ്ഞത്? ആസിഡിൻ്റെയും ആൽക്കലിയുടെയും യൂസസ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് ആരും മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാം. അതുപോലെ നന്നായിട്ട് വായിക്കുക. തരുന്ന നോട്ട്സുകളും ഒക്കെ നന്നായിട്ട് ചെയ്യുക. അതുപോലെ ആക്ടിവിറ്റി തരുന്നത് അതും ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് പോർഷനിലൊരു സോപ്പ് മേക്കിംഗ് ഉണ്ട്, സോപ്പ് നിർമ്മാണമുണ്ട്. അത് നിങ്ങൾ തന്നെ വായിച്ച് നോക്കി എങ്ങനെയാണ് സോപ്പ് നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ, അത് ടെക്സ്റ്റിൽ കിടക്കുന്ന അതുപോലെ എഴുതേണ്ട, വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ തന്നെ എഴുതുക എങ്ങനെയാണ് സോപ്പ് നിർമ്മിക്കുക എന്നുള്ളത്. അത് നിങ്ങളുടെ ആക്ടിവിറ്റിയാണ്, അത് ചെയ്യുക. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഇതിനെ പറ്റി ഈ ചാപ്റ്ററിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം.